Hi students, ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇവാലുവേഷൻ ഓഫ് എ പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മളൊരു ഇൻഫിക്സ് ടു പോസ്റ്റ് ഫിക്സ് കൺവേർഷൻ അതിൻ്റെ ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് കറസ്പോണ്ടിങ് എക്സ്പ്രഷൻ്റെ ഇവാലുവേഷൻ ആണ്. സോ അൽഗോരിതം ഫസ്റ്റ് നോക്കാം. ഓക്കെ, സോ അപ്പൻ എ സ്പെഷ്യൽ ഡീലിമിറ്റർ ഹാഷ് അറ്റ് ദ എൻഡ് ഓഫ് ദ എക്സ്പ്രഷൻ. സോ ഇതിനകത്ത് ഇൻപുട്ട് എക്സ്പ്രഷനിൽ നമ്മൾ ഒരു ഹാഷ് സിമ്പിൾ എൻഡ് ഓഫ് ദ എക്സ്പ്രഷൻ ആയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ഹാഷ് സിമ്പിൾ ആഡ് ചെയ്യുന്നു. While hash has not been encountered, read the expression from left to right. So if the symbol is an operand ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, push it onto the stackലേക്ക് push ചെയ്യുക. Okay, if the symbol is an operator കാണുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, pop the two topmost elements of the stack into the variables x and y, then calculate y operator x, then push the result of the calculation onto the stack. So operator കാണുമ്പോൾ രണ്ട് എലമെൻറ്റ്സ് പോപ്പ് ചെയ്തെടുക്കുക. രണ്ട് എലമെൻറ്റ്സ് വെച്ചിട്ട് നമ്മൾ വൈ ഓപ്പറേറ്റർ എക്സ് ഈ ഒരു എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യാം. ദെൻ കിട്ടുന്ന റിസൾട്ടിനെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യാം. ഓക്കെ, ഓപ്പറൻ്റ് ആണെങ്കിൽ സിംപ്ലി സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്താൽ മതി. ഓക്കെ, വെൻ ദ ഹാഷ് ഈസ് എൻകൗണ്ടേർഡ് ഇൻ ദ എക്സ്പ്രഷൻ പോപ്പ് ദ ടോപ്പ് വാല്യൂ ഓഫ് ദ സ്റ്റാക്ക്. ദിസ് ഈസ് ദ റിസൾട്ട് ഓഫ് ദ എക്സ്പ്രഷൻ. സോ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള അൽഗോരിതമാണ്. സോ ഫൈനലി എൻഡ് ഓഫ് ദ എക്സ്പ്രഷൻ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കറസ്പോണ്ടിങ് റിസൾട്ട് പോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ ഓഫ് ദ എക്സ്പ്രഷൻ കിട്ടും. സോ നമ്മുടെ ക്വസ്റ്റ്യൻ ഇവാലുവേറ്റ് ദ ഗിവൺ എക്സ്പ്രഷൻ യൂസിങ് സ്റ്റാക്ക് ആയിരുന്നു. സോ ഇത് തന്നിരിക്കുന്നത് ഒരു ഇൻഫിക്സ് എക്സ്പ്രഷൻ ആയിരുന്നു. അതിന് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷനായി കൺവേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ്റെ ഇവാലുവേഷനാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത അൽഗോരിതം പ്രകാരം നമ്മൾ എന്താ ചെയ്യാം, കറസ്പോണ്ടിങ് ഏതാണോ നിങ്ങളുടെ പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ അതിൻ്റെ എൻഡിൽ ഒരു ഹാഷ് സിമ്പിൾ ആഡ് ചെയ്യാം. ഓക്കെ, സോ ഈ എക്സ്പ്രഷൻ നമുക്ക് ഇവാലുവേഷൻ ഒരു ടേബിൾ ഫോർമാറ്റിൽ സോൾവ് ചെയ്യാം. സോ നമ്മൾ റീഡ് ചെയ്യുന്ന സിമ്പിൾ സ്റ്റാക്കിലുള്ള കറസ്പോണ്ടിങ് അപ്ഡേഷൻസ്. ഓക്കെ, സോ നമ്മൾ സ്റ്റാർട്ടിങ് റീഡ് ചെയ്യുന്നത് 4 ആയിരിക്കും. 4. സോ ഓപ്പറൻ്റ് കാണുകയാണെങ്കിൽ സിംപ്ലി സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യാം. നെക്സ്റ്റ് വൺ 5 ആണ്. സോ അഗെയിൻ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യാം. ദെൻ സ്റ്റാർ ഓപ്പറേറ്റർ കാണുമ്പോൾ ആക്ച്വലി എന്താ ചെയ്യേണ്ടത്, ഇപ്പോൾ നമുക്ക് സ്റ്റാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാക്കിൽ 4 ഉണ്ട്. ദെൻ അത് കഴിഞ്ഞ് നമ്മൾ പുഷ് ചെയ്ത കാരണം 5 ഉണ്ട്. സോ ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ 5 ആണുള്ളത്. ഓക്കെ, സോ എപ്പോഴാണ് നിങ്ങൾ ഒരു ഓപ്പറേറ്റർ കാണുന്നത്, ഓപ്പറേറ്റർ കാണുമ്പോൾ എന്താ ചെയ്യുക, രണ്ട് എലമെൻറ്റ്സ് പോപ്പ് ചെയ്യാം. ഓക്കെ, 2 ടൈംസ് പോപ്പ് ചെയ്യാം. സോ ഫസ്റ്റ് ടൈം പോപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എക്സിൽ സ്റ്റോർ ചെയ്യാം. സെക്കൻഡ് ടൈം പോപ്പ് ചെയ്യുന്ന വാല്യൂ വൈയിൽ സ്റ്റോർ ചെയ്യാം. ദെൻ യു ഹാവ് ടു കാൽക്കുലേറ്റ് വൈ ഓപ്പറേറ്റർ എക്സ് ആണ്. അതായത് ഇപ്പോൾ ഇവിടെ 4 സ്റ്റാർ 5 ഈ ഓർഡറിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. തിരിച്ച് ചെയ്താൽ റിസൾട്ട് മാറും. ഓക്കെ, സോ ഡിവിഷൻ മൈനസ് ഒക്കെ വരുമ്പോൾ എൻ്റെ ആൻസർ ഡിഫറെൻ്റ് ആയിപ്പോൾ. ഓക്കെ, അപ്പോൾ 4 സ്റ്റാർ 5 എന്ന് പറയുമ്പോൾ നമുക്ക് 20 ആണ് റിസൾട്ട് കിട്ടാം. ഈ വാല്യൂ ആണ് നമ്മൾ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ റീഡ് ചെയ്യുന്നത് എലമെൻറ്റ് 3 ആണ്. അപ്പോൾ അഗെയിൻ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് നമ്മൾ റീഡ് ചെയ്യുന്നത് ഡിവിഷനാണ്. അപ്പോൾ ഡിവിഷൻ പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ ആരാണുള്ളത്, 3 ആണുള്ളത്. ഓക്കെ, അപ്പോൾ അത് കറസ്പോണ്ടിങ് ഇത് എക്സ് ആയിരിക്കും, ഇത് നിങ്ങളുടെ വൈ ആയിരിക്കും. രണ്ട് എലമെൻറ്റ്സ് പോപ്പ് ചെയ്താൽ. സോ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഡിവിഷൻ കാണുമ്പോൾ രണ്ട് എലമെൻറ്റ്സ് പോപ്പ് ചെയ്തു. എക്സിൽ 3 ഉണ്ട്, വൈയിൽ 20 ഉണ്ട്. ഓക്കെ, സോ ഇവിടെ നമ്മൾ പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻ വൈ ബൈ എക്സ് ആണ്. ദാറ്റ് ഈസ് 20/3. 20/3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാം 6 ആയിരിക്കും. ഓക്കെ, സോ 6 എന്നുള്ള റിസൾട്ട് നമ്മൾ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ റീഡ് ചെയ്യുന്നത് 4 ആണ്. സോ 4 ഓപ്പറൻ്റ് ആണ്, ഡയറക്റ്റ്ലി പുഷ് ചെയ്തു. നെക്സ്റ്റ് 2 ആണ്, അഗെയിൻ സ്റ്റാക്കിലേക്ക് നമ്മൾ പുഷ് ചെയ്തു. നെക്സ്റ്റ് മോഡുലസ് ഓപ്പറേറ്റർ ആണ്. സോ മോഡുലസ് ഓപ്പറേറ്റർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, എക്സ് എന്നുള്ളതിൽ വാല്യൂ കറസ്പോണ്ടിങ് പോപ്പ് ചെയ്താൽ 2 കിട്ടും, വൈയിൽ 4 കിട്ടും. ദാറ്റ് ഈസ് 4 മോഡുലസ് 2. സോ റിമൈൻഡർ നമുക്ക് കിട്ടാം 0 ആയിരിക്കും. സോ നമുക്ക് കറസ്പോണ്ടിങ് 0 ആണ് സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യേണ്ടി വരാം. ഓക്കെ, നെക്സ്റ്റ് മൈനസ്
സോ എഗെയിൻ മൈനസ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് എലമെൻസിനെ പോപ്പ് ചെയ്യുക. എക്സ് ഈക്വൽ ടു 0 ആയിരിക്കും, വൈ ഇസ് ഈക്വൽ ടു 6 ആയിരിക്കും. സോ 6 മൈനസ് 0 6 ആയിരിക്കും നമ്മുടെ റിസൾട്ട്. സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു. നെക്സ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് രണ്ട് ഓപ്പറൻസ് ആണ്, 1 ഉണ്ട് 5 ഉണ്ട്. ഓക്കെ, സോ 1 എന്ന് പറയുന്നത് ഓപ്പറൻ്റ് ആണ്, 1 ഇൻസേർട്ട് ചെയ്തു. 5 റീഡ് ചെയ്ത് കഴിയുമ്പോൾ എഗെയിൻ 5നെയും സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു. നെക്സ്റ്റ് എലമെൻറ്റ് സ്റ്റാർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. സോ മൾട്ടിപ്ലിക്കേഷൻ, സോ നമുക്ക് എന്തായിരിക്കും റിസൾട്ട് കിട്ടാം? ഈ രണ്ട് എലമെൻറ്റ്സ് മൾട്ടിപ്ലൈ ചെയ്ത റിസൾട്ടാണ്. സോ 5 ആണ് നമ്മൾ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യേണ്ടി വരാം. ഓക്കെ, നെക്സ്റ്റ് പ്ലസ് ഓപ്പറേറ്റർ. പ്ലസ് കറസ്പോണ്ടിങ് എന്തായിരിക്കും? എക്സ് പോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിൽ 5 ഉണ്ടാവും, വൈയിൽ 6 ഉണ്ടായിരിക്കും. സോ വൈ പ്ലസ് 6 ദാറ്റ് ഈസ് 6 പ്ലസ് 5 എന്ന് പറയും, വൈ പ്ലസ് എക്സ്. സോ 11 ആണ് നിങ്ങളുടെ ആൻസർ കിട്ടുന്നുണ്ടാവുക. 11 സ്റ്റാക്കിലേക്ക് നമ്മൾ പുഷ് ചെയ്തു. നെക്സ്റ്റ് 2 ആണ് എലമെൻറ്റ്. 2 ഈസ് ആൻ ഓപ്പറൻ്റ് ആണ്. ഓപ്പറൻ്റ് ആയതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ്ലി സ്റ്റാക്കിലേക്ക് 2നെ പുഷ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് മൈനസ് സിമ്പിളാണ്. സോ മൈനസ്, സോ എന്തായിരിക്കും? പോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിൽ 2 വരും, വൈയിൽ 11 വരും. സോ നമുക്ക് വൈ മൈനസ് എക്സ് ആണ് നമ്മുടെ റിസൾട്ട്. ദാറ്റ് ഈസ് 11 മൈനസ് 2. നമുക്ക് കിട്ടുന്ന വാല്യൂ 9 ആയിരിക്കും. സോ കിട്ടുന്ന റിസൾട്ട് നമ്മൾ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു. ഓക്കെ, ദെൻ നെക്സ്റ്റ് എൻഡ് ഓഫ് ദ എക്സ്പ്രഷൻ ആണ്. ഹാഷ് സിമ്പിളാണ് നമ്മൾ റീഡ് ചെയ്യുന്നുണ്ടാവുക. സോ ഹാഷ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് ഇവാലുവേഷൻ കംപ്ലീറ്റ് ആയി. സോ സ്റ്റാക്കിലുള്ള എലമെൻറ്റ് പോപ്പ് ചെയ്യുക. സോ സ്റ്റാക്ക് എംപ്റ്റി ആവും. സോ നമ്മുടെ എക്സ്പ്രഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പോപ്പ് ചെയ്ത് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? സ്റ്റാക്ക് ടോപ്പിൽ പോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 9 ആണ് കിട്ടുക. സോ വാല്യൂ ഓഫ് ദ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഈക്വൽ ടു 9 ആയിരിക്കും. ഓക്കെ, സോ ക്ലിയർ ആണെന്ന് വിചാരിക്കണം. താങ്ക് യു.